പോഷകങ്ങൾക്ക് പുറമെ ശരീരത്തിന് ധാതുക്കളും പ്രധാനമാണ്. അത്തരത്തിൽ അനിവാര്യമായ ധാതുവാണ് മഗ്നീഷ്യം. കോശങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനും ഹൃദയാരോഗ്യത്തിനും പ്രതിരോധശേഷിക്കും പേശികളുടെ ബലത്തിനും മഗ്നീഷ്യം പ്രധാനമാണ്. സ്ത്രീകളാണെങ്കിൽ പ്രതിദിനം 320 മുതൽ 360 മില്ലിഗ്രാം വരെയും പുരുഷന്മാർക്ക് 410 മുതൽ 420 മില്ലിഗ്രാം വരെ മഗ്നീഷ്യം ശരീരത്തിന് ആവശ്യമാണ്. നമ്മുടെ മസിലുകളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായ ധാതുവാണിത്. മാത്രമല്ല, ശരീരത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ചു നിർത്തുന്നതിലും മഗ്നീഷ്യം നിർണായകമാണ്. ഇലക്കറികൾ, നട്ട്സ്, വിത്തുകൾ, ധാന്യങ്ങൾ തുടങ്ങിയവ കഴിക്കുന്നതിലൂടെയും മഗ്നീഷ്യം ശരീരത്തിലെത്തും. കുറച്ചുകാലം മഗ്നീഷ്യം ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത്. പ്യൂരിഫൈഡ് വാട്ടർ അഥവാ ഫിൽട്ടർ ചെയ്ത വെള്ളം സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഇതിന് വലിയ തടസ്സമാകുന്നുവെന്നാണ് പഠനത്തിലെ വിലയിരുത്തൽ. കാരണം വെള്ളമാണ് സുഗമമായി മഗ്നീഷ്യം ശരീരത്തിലേക്ക് ലഭ്യമാക്കുന്ന ഒരു മാർഗം. ഇസ്രായേലിലെ ടബ് സെന്റർ റിസർച്ച് ആൻഡ് പോളിസി ഇനീഷ്യേറ്റീവ് ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്തിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ ഉപ്പ് നീക്കം ചെയ്ത വെള്ളത്തിൽ മഗ്നീഷ്യം കുറവാണെന്നും ഇത് ടൈപ്പ് 2 പ്രമേഹം, പക്ഷാഘാതം, ഹൃദ്രോഗം എന്നിവയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കുടിവെള്ളത്തിലെ മഗ്നീഷ്യത്തിന്റെ അഭാവമാണ് ഇതിന് പ്രധാന കാരണമായി പഠനത്തിൽ പറയുന്നത്. കുടിവെള്ളത്തിലൂടെ പ്രതിദിനം 50 മില്ലിഗ്രാം മഗ്നീഷ്യം മനുഷ്യ ശരീരത്തിൽ എത്തിയിരുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. സമുദ്രജലത്തിൽ നിന്ന് ഉപ്പും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഡീസലൈനേഷൻ. ഈ പ്രക്രിയ നടക്കുന്ന സമയത്ത് ധാതുക്കളും ലവണങ്ങളും നീക്കം ചെയ്യപ്പെടുന്നു. ബോട്ടിൽ വാട്ടറിലും സമാനമായ പ്രക്രിയകൾ നടക്കുന്നുണ്ട് എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മുതിർന്ന ഒരാൾക്ക് ആവശ്യമായ മഗ്നീഷ്യത്തിന്റെ 2.5% നൽകാൻ 2 ലിറ്റർ കുടിവെള്ളത്തിനാകുമെന്നാണ് 2006 നടന്ന ഒരു പഠനത്തിൽ തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ വാട്ടർ മാത്രം ആശ്രയിക്കുന്നവർക്ക് അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ് പഠനത്തിന്റെ ഭാഗമായി ഗവേഷകർ പറയുന്നത്.